ഹലോ, പിന്നെ നിങ്ങളുടെ പേര്? മുഹമ്മദ് വി പി ബ്ലോഗ്. ഓക്കെ, ഞാൻ ഇവിടെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചാൽ. നിങ്ങൾക്ക് പിന്നെ മിമിക്രൊക്കെ അറിയാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് നല്ല ഐറ്റംസ് ഒന്ന് കാണിക്കൂ. 2 ഐറ്റംസ് 3 ഐറ്റം കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമ്മൾ ഈ ചെറിയ മുട്ടി വാള് ഇങ്ങനെ ഈ ചെറിയ മുട്ടി എന്ന ഇരുന്ന രംഗാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അടിപൊളി. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു കൂറ്റനാടി ഒരു പെണ്ണാടിന്റെ അടുത്തേക്ക് പോകുന്ന രംഗം. പിന്നെ നോക്കണം. ഇപ്പോ മിമിക്രി എന്ന് വെച്ചാൽ നമ്മൾ നോക്കുക, സൗണ്ടുകളൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ശ്രമിച്ച് നോക്കുക. കുഴപ്പമില്ല ചെയ്തോ. അടിപൊളി. അടുത്തത് ഒരു നമ്മളെല്ലാ വീട്ടിലും നായനെ വളർത്തുന്നുണ്ട്. ആ നായന്റെ ഒരു സൗണ്ട് അടക്കാൻ പോകുന്നത് വലിയ ആൾ സൈസ് നായന്റെ കൊല. ഇനി അടുത്തത് മൂന്നാല് നായ. എൻ്റെ ഈ ചെറിയ നായക്കുട്ടീൻ്റെ ഒരു സൗണ്ട്, ചെറിയ നായ. ഓക്കെ, പിന്നെ അടുത്തത് ഒഴിവാക്കി വേണ്ടിയിട്ടൊക്കെ അടുത്തത് പെട്ടെന്ന് ക്ഷമിക്കണം. പെട്ടെന്നില്ലാതെ സൗണ്ടുകൾ മാറ്റങ്ങൾ ഉണ്ടാവും. അതൊക്കെ ക്ഷമിക്കുക. ഓക്കെ, ഇനി ഒന്നും കൂടി ഒരു എരുമന്റെ സൗണ്ട്. ഈ എരുമ എന്റെ സൗണ്ട് അടുത്ത് കിട്ടുക. എരുമ ദാഹിച്ച് വരിക. അപ്പൊ ആ എരുമ ആ ആളെ കാണുമ്പോ ആ എരുമ ദാഹിച്ച് വരിക. ആ എരുമ ദാഹിച്ച് വരുമ്പോ ആ എരുമന്റെ സൗണ്ട് ആ ആളെ കാണുമ്പോ ഒരു സൗണ്ട്. ഇത് ദാഹിക്കുമ്പോഴല്ലേ? ഇനി അതിന്റെ കുട്ടി, ചെറിയ കുട്ടി. ഇനി ഒരു കാള, ഒരു പശു എങ്ങനെ കരയുന്ന സൗണ്ട്. അപ്പൊ അതിന്റെ ചെറിയ കുട്ടി. ഓക്കെ, നിങ്ങൾ ചെയ്ത എല്ലാ സംഭവങ്ങളും നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇത്രയും എനർജറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതം. ഇനി ഒരു കുട്ടി കരുതുന്നത് ഇനിയുണ്ടോ? എന്താ കുട്ടി പൈതൽ. ഓ, കൺമണി. ചെറിയ കുട്ടീനെ, ഒരു ചെറിയൊരു കുട്ടി എന്നെ നമ്മൾ പ്രസവിച്ചാൽ ആ കുട്ടി കരുതുന്ന സൗണ്ട്. ഓക്കെ. അടിപൊളി. ഇത്രയും നേരം നിങ്ങളെ ഈ അടിപൊളി സൂപ്പർ ഐറ്റംസ് കാണിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു കേട്ടോ. ഓക്കെ, കാണാം നമുക്ക്. എന്താ